പ്രൈസ് ദി ലോർഡ്. ഇന്നലെ പറഞ്ഞ ഒരു ക്ലാസ് വ്യക്തിപരമായ പ്രാർത്ഥനയെക്കുറിച്ചായിരുന്നു. ഇന്ന് വ്യക്തിപരമായ പ്രാർത്ഥന തുടങ്ങി വെച്ച് കഴിഞ്ഞിട്ട് ഒരു ദിവസത്തെ കാര്യങ്ങൾ മുഴുവൻ അതാ ദിവസങ്ങളിൽ കർത്താവ് അന്ന് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഈശോയുടെ വ്യക്തിപരമായ പ്രാർത്ഥന മുഴുവൻ. ഈശോ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥന ഇല്ലാത്തൊരു ദിവസം കർത്താവിനില്ല. ആ പ്രാർത്ഥനയിലാണ് കർത്താവ് എല്ലാം സമർപ്പിച്ചത്. അന്ന് കാണാൻ പോകുന്നതും പിതാവ് എന്തൊക്കെ ചെയ്യണമെന്ന് പറയുന്നതും പിതാവിൻ്റെ ഇഷ്ടമാണെന്ന് അന്വേഷിക്കുന്നതും അങ്ങനെ പിതാവിൻ്റെ ഇഷ്ടം മാത്രം അന്വേഷിക്കുന്നതൊരു പുത്രൻ. ആ ഒരു വിഷയത്തെക്കുറിച്ച്, സമർപ്പണത്തെക്കുറിച്ചാണ് ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. നല്ല ഈശോയെ സമർപ്പണം പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിന് വിട്ടുകൊടുക്കുന്ന ഒരു വലിയ അനുഭവത്തിൻ്റെ തുറവി മക്കളായി ഞങ്ങൾക്ക് നൽകണമേ എന്ന് ധ്യാനത്തിൽ ഞാൻ എടുത്തൊരു തീരുമാനം ഒന്ന് മാത്രമായിരുന്നു. ഈശോയെ, അത് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രമായിരിക്കും ഇനി എൻ്റെ ജീവിതമെന്ന് ഒരു തീരുമാനമെടുത്തു. പരിപൂർണമായോ എന്ന് ചോദിച്ചാൽ അത് കർത്താവിന് മാത്രമേ അറിയത്തുള്ളൂ. കാരണം ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കി നീതിമാന്മാരായിട്ട് ആരെയും കണ്ടില്ല, ഒരുവൻ പോലുമില്ല, സർവർക്കും തെറ്റുപറ്റിയിരിക്കുന്നുവെന്ന് സങ്കീർത്തന പുസ്തകത്തിലെ 2 ഭാഗത്തും റോമാലേഖനത്തിലും വ്യക്തമായിട്ട് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. നീതിവാന്മാരായിട്ട് ആരുമില്ല, ഈ ലോകത്തിൽ ആർക്കും പറ്റത്തില്ല. അത് മനുഷ്യനാണോ ജീവിച്ചിരിക്കുന്നോ ശിരസിൻ്റെ പിന്നിൽ നിന്നൊരു സ്വരം ശ്രവിക്കും, അത് ദൈവത്തിൻ്റെ സ്വരമാണ്. പൗലോസിലെ പറഞ്ഞിരിക്കുന്നത്, എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ നിന്നും ഞാൻ എന്ത് ചെയ്യാൻ പോകുമ്പോഴും എന്നെ തട്ടിമാറ്റുന്ന, തിരിച്ചെടുക്കുന്ന ഒരു തിന്മയുടെ സ്വാധീനം എന്നോട് കൂടിയുണ്ട്, എന്നിലുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഉള്ളറകളിലായിരിക്കുന്നവൻ തിന്മയുടെ സ്വാധീനമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കാൻ പറയുകയാണ്. അത് കർത്താവെ, ഈ നിമിഷങ്ങളിൽ ആത്മാവ് നയിക്കപ്പെടുന്നത് പോലെ മാത്രമായി തീർന്നുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം പൂർത്തീകരിക്കുന്നതിനായി ദൈവം അനുവദിക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ എല്ലാ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ഉൾക്കൊള്ളാൻ പറ്റാവുന്ന മനോഭാവത്തിൽ ഈ കൂട്ടായ്മയോട്, ഈ കൊച്ചുമക്കളോട് സംസാരിക്കാൻ, എന്നെ കേൾക്കുന്നവരോട് പറഞ്ഞാൻ ദൈവമേ ഇടയാകട്ടെ. അതെൻ്റെ ജീവിതവുമായിട്ട് കണക്ട് ചെയ്ത ഞാൻ എല്ലാം പറയുന്നത്, മറ്റൊന്നുമില്ല. ഞാൻ കണ്ടെത്തിയ എൻ്റെ സമർപ്പണം എൻ്റെ ജീവിതത്തിൽ വ്യക്തമായിട്ട് റോമാലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ തിരുവചനം ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. ആകയാൽ സഹോദരരെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അതിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, നമുക്കത് നോക്കാം. ആകയാൽ സഹോദരരെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായതെന്തെന്ന് വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. ഈ വചനം മാത്രം മതി ഒരു ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം കടന്നു പോകാവുന്ന കാര്യങ്ങൾ. കർത്താവ് എങ്ങനെ വേണം, നമ്മുടെ പൂർണ്ണമായിട്ടുള്ള തമ്പുരാൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വിട്ടുകൊടുക്കൽ എന്ന് മനസ്സിലാക്കാൻ ഈ വചനം മാത്രം മതി. ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ച്, ദൈവത്തിൻ്റെ കൃപയാണ് നമ്മളായിരിക്കുന്നത്. നമ്മളാരും ആഗ്രഹിച്ചിട്ടൊന്നുമല്ല നമ്മൾ ലോകത്തിലേക്ക് വന്നത്. ദൈവം അനന്തമായ ദൈവത്തിൻ്റെ ബോധ്യങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന ഞാനെന്ന തനിമയെ ദൈവം ലോകത്തിലേക്ക് അയച്ചുവെങ്കിൽ ഇതിനെക്കുറിച്ചൊരു പദ്ധതി ദൈവത്തിനുണ്ട്. അതിൻ്റെ നാശത്തിനുള്ള പദ്ധതിയല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അത് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ച് അപേക്ഷിക്കും, എൻ്റെ അടുക്കൽ ഒന്ന് പ്രാർത്ഥിക്കും, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും, നിങ്ങളെന്നെ അന്വേഷിക്കും. പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിനക്ക് എന്നെ കണ്ടെത്തുവാൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് തിരുവചനത്തോട് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷണം, അതാണ് സമർപ്പണം. പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കലാണ് ഈ സമർപ്പണം എന്ന് പറയുന്നത്. കർത്താവ് പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിച്ച് പിതാവിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും പുത്രൻ ചെയ്തില്ല. എങ്കിൽ ഇവിടെ വ്യക്തമായിട്ട് പറയുക, സഹോദരരെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് പൗലോസിലെ ബോധ്യമായി തരിക. ദൈവത്തിൻ്റെ കാരുണ്യം ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. ഈ ലോകത്തിൻ്റെ താല്പര്യങ്ങളിലായി ഇന്ന് ലോകം മുഴുവൻ. ഒന്നെങ്കിൽ TV, അല്ലെങ്കിൽ ഫോണ്, അല്ലെങ്കിൽ 100 സ്വാർത്ഥയുടെ കാര്യങ്ങൾ, അല്ലെ ഭക്ഷണം, ഡ്രസ്സ്, സ്വന്തം ശരീരത്തിലെ താല്പര്യങ്ങൾ, ഇതിലൊക്കെ ബൗണ്ട് ചെയ്ത് കിടക്കുന്ന മനുഷ്യനാണ്. ചിലർക്ക് ഇതിനകത്ത് ഏറ്റക്കുറച്ചിലുണ്ടാകും, ചില കാര്യങ്ങളിലൊക്കെ കുറേ വിട്ടുവീഴ്ചയും ഒക്കെ ഉണ്ടാകും. പക്ഷേ എവിടെയെങ്കിലും തടഞ്ഞു കിടക്കുന്ന കുറേ വിഷയം ഉണ്ടാകും. അത് മനസ്സിലാക്കി തിരുത്തി മുമ്പോട്ട് പോകാനുള്ള ഒരു വിട്ടുവീഴ്ചയുടെ വലിയൊരു മനോഭാവം ഉണ്ടായി കർത്താവിന് പൂർണ്ണ ഹൃദയത്തോടെ അർപ്പിക്കണം എന്ന് ബോധ്യമാക്കി തരികയാണ്. ഇത് പറയുമ്പോൾ
സമർപ്പണത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ എൻ്റെ ജീവിതമാണ് ഞാൻ പറയുന്നത് മുമ്പേ പറഞ്ഞിരുന്നു. ഞാൻ ധ്യാനം കൂടി കഴിഞ്ഞപ്പോൾ തീരുമാനം എടുത്തെന്ന് ഞാൻ പറഞ്ഞു, ഇനി ദൈവത്തിൻ്റെ ഇഷ്ടമല്ലാതെ മറ്റൊന്നും വേണ്ട എന്ന്. ഇത് പറയുമ്പോൾ ഞാൻ ഓർക്കുകയാണ്, ധ്യാനമൊക്കെ കൂടി കഴിഞ്ഞു വന്ന് പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് വന്ന് ദൈവാനുഭവത്തിൽ മുമ്പോട്ട് പോയി 5-6 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഉത്തരവാദപ്പെട്ട മേഖലയിലൊക്കെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നു. സമൂഹത്തിൻ്റെ ഈ സോണിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ കോർഡിനേറ്ററൊക്കെ ആകേണ്ടി വന്നു. എനിക്കൊന്നും ആകില്ല, എനിക്കറിയത്തില്ല, ഒരു വാക്ക് പ്രസംഗിക്കാൻ എനിക്കറിയത്തില്ല, സാധിക്കത്തില്ലെന്നൊക്കെ പറഞ്ഞു. അവർ പറഞ്ഞു ഒന്നും വേണ്ട, പ്രാർത്ഥിച്ചാൽ മതി, ആദ്യം ഞാൻ ചെയ്തോളാം പറഞ്ഞു. അങ്ങനെ ഞാൻ ആ മേഖലയിലേക്ക് കടന്ന് പ്രാർത്ഥനാനുഭവത്തിൽ മുമ്പോട്ട് പോയി കൃത്യമായിട്ട് കർത്താവ് പല കാര്യം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പ്രാർത്ഥന ചെയ്തു. പക്ഷേ എന്നും ഞാൻ കുർബാനയ്ക്ക് പോകും. രാവിലത്തെ വ്യക്തിപരമായ പ്രാർത്ഥന 1 മണിക്കൂറില്ലാത്തൊരു ദിവസം എനിക്കില്ല. അത് 1.25 മണിക്കൂർ 2 മണിക്കൂറോളം ഉണ്ട്. അത് കഴിഞ്ഞ് കുർബാനയാണ്. അങ്ങനെ പ്രാർത്ഥനയിലൂടെ മുമ്പോട്ട് പോവുക, കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പറ്റുന്ന പോലെ ഒക്കെ ചെയ്യും. അങ്ങനെ പോകുന്ന കാലഘട്ടത്തിൽ പ്രാർത്ഥനാനുഭവത്തിൽ മുമ്പോട്ട് പോയപ്പോൾ 2 കൊല്ലം കഴിയുന്നതിന് മുമ്പ് തന്നെ തമ്പുരാൻ എന്നെ ചില ക്ലാസ് എടുക്കാനായിട്ടുള്ള ഉത്തരവാദിത്വം ഏൽപ്പിച്ചു. ചില വിഷയങ്ങളൊക്കെ എടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല, നടക്കാവുന്ന കാര്യമല്ല. പക്ഷേ നിർബന്ധത്തിൻ്റെ വഴങ്ങി എന്നോട് പറഞ്ഞ് തലേ കഴിച്ച് എന്നെ പ്രാർത്ഥിച്ചു വിട്ടിട്ട് അച്ഛൻ പറഞ്ഞു, സ്റ്റേജിലോട്ട് കയറിക്കോ, നഴ്സിംഗ് പഠിക്കുന്ന ഈ നോഷേറ്റ് പഠിക്കുന്ന സിസ്റ്റേഴ്സിൻ്റെ കുഞ്ഞുങ്ങൾക്കുള്ളൊരു ധ്യാനമാണ് നടക്കുന്നത് മാനന്തവാടിയിൽ. അപ്പോൾ അതിനകത്ത് കൗൺസിലിംഗ് എനിക്കൊരു വിഷമവും ഇല്ല. കൗൺസിലിംഗ് വന്നിരിക്കുന്ന ആളോട് ഷെയർ ചെയ്ത് കാര്യങ്ങൾ കഴിഞ്ഞ് ഒരു കൊച്ചിന് ഭയങ്കര ചുമയാണ്, ഭാര ചുമ. അത് പറഞ്ഞ് ഇനി പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ സ്ഥലമില്ല, ഈ ധ്യാനത്തിൽ ഈ ചുമ നിന്നില്ലെങ്കിൽ എനിക്ക് വീട്ടിൽ പോകാം. ഞാൻ പ്രാർത്ഥിച്ചിട്ട് കർത്താവിനോട് പറഞ്ഞിട്ട് ഞാൻ ഈ കൊച്ചിനോട് പറഞ്ഞു, മോളെ നീ ഒന്നും പേടിക്കണ്ട, ഈ ധ്യാനത്തിൽ നിൻ്റെ അസുഖം പരിച്ഛേദം പോകും. അവിടെയാണ് സ്തുതിയുടെ ജീവിതവുമായിട്ടൊരു വിഷയമായിട്ട് ഞാൻ കയറുന്നത്. അത് ഞാൻ പിന്നീട് പറയും. അവിടെ വെച്ച് ആ കൊച്ചിന് പരിച്ഛേദമായിട്ട്, അത് ഞാൻ പിന്നീട് പറഞ്ഞു തരും ക്ലാസ്സിൽ. സ്തുതിയുടെ ജീവിതത്തിന് ക്ലാസ് പറയും പരിപൂർണ്ണ സൗഖ്യം കൊച്ചിന് കൊടുത്തു. ഞങ്ങൾ ആരും അറിഞ്ഞില്ല, ഞങ്ങൾ പ്രത്യേകിച്ച് സ്തുതിപ്പിച്ചു, പ്രാർത്ഥന നടത്തി, സംഗതി തീർന്നു. ആ കൊച്ചിൻ്റെ അസുഖം മാറി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ അനുഭവത്തിലൂടെ പോകാൻ തുടങ്ങിയപ്പോൾ കർത്താവിൻ്റെ ഇടപെടൽ കാണാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് നല്ല ധൈര്യമായി, കർത്താവ് കണ്ടു നടന്നോളും, നയിച്ചോളും. ഞാനൊന്നും പഠിക്കുമെന്ന് ഞാൻ പറഞ്ഞാൽ ഒരുങ്ങിപ്പോരൊന്നുമല്ല പറയുമ്പം ആത്മാവ് നയിക്കുന്ന പോലെ മുമ്പോട്ട് പോകുന്നതായിട്ട് ഞാൻ കണ്ടു. ഇവിടെ ഞാൻ പറയുമ്പോൾ എൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ, സമർപ്പണത്തെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ ഞാൻ ഓർക്കുക, പഠിച്ചുകൊണ്ടിരുന്ന ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്കൊരു ചെറിയ ജോലി ഉണ്ടായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ പ്രീ ഡിഗ്രി കഴിഞ്ഞു, പഠിത്തം കഴിഞ്ഞു, എനിക്ക് കോളേജിൽ പോകാനായിട്ടുള്ള അവസരങ്ങൾ വന്നു. തോറ്റിട്ടൊന്നുമില്ല ഒരിടത്തും, പ്രധാനപ്പെട്ട പരീക്ഷകളൊക്കെ ഞാൻ പാസ്സായി വന്നു. എനിക്കൊരു ടീച്ചിങ് പ്രൊഫഷന് വേണ്ടിയിട്ട് എനിക്കൊരു അഡ്മിഷൻ കിട്ടി. ഒരച്ഛൻ തന്നാ സീറ്റ്, പ്രത്യേക രീതിയിൽ എനിക്കൊരു സീറ്റ് അറേഞ്ച് ചെയ്ത് തന്നു. അപ്പം പറഞ്ഞു, മോനെ എൻ്റെ പൈസയില്ല, സാധാരണ ഫാമിലിയാണ്, പൈസയില്ല മോനെ, എനിക്ക് പൈസയൊന്നും തരാൻ പറ്റിയില്ല. അച്ഛൻ പറഞ്ഞു കുറച്ച് പൈസ നീ ഉണ്ടാക്കിക്കൂ, ബാക്കി ഞാൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അച്ഛനോട് വലിയ കാര്യമായിരുന്നു. പക്ഷേ നടന്നില്ല. അന്ന് ഞാനൊരു തീരുമാനം എടുത്തു, അത് പ്രാർത്ഥനാനുഭവത്തിലാണെന്ന്. ഞാൻ പറഞ്ഞു, ദൈവമേ എനിക്കോ പറ്റിയില്ല, എൻ്റെ ഇളയത്തുങ്ങൾ അവരെങ്കിലും പഠിക്കണം. ഞങ്ങൾ തീരുമാനിച്ചു, അവരെ പഠിപ്പിക്കാൻ കർത്താവ് അനുവദിക്കുമെങ്കിൽ എനിക്കൊരു കുഞ്ഞ് ജോലി കിട്ടിയെങ്കിൽ ഞാൻ അവരെ പഠിപ്പിക്കും. കുടുംബത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുത്തു. ഒരു കൊച്ചു ജോലി എനിക്ക് സാധിച്ചു. എല്ലാ ദിവസവും ഞാൻ ടൗണിൽ പോകും. ട്രാൻസ്പോർട്ടുമായിട്ടുള്ള ഇടപാടാണ്, വണ്ടിയുമായിട്ടുള്ള ബന്ധങ്ങളാണ്. എല്ലാ ദിവസവും പോകും. രാവിലെ പോയാൽ തിരിച്ചു വന്ന് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയുള്ളൂ. കിട്ടുന്ന കാശെല്ലാം കൃത്യമായിട്ട് മീതി വെക്കും. ഒരു പൈസ എനിക്ക് ചിലവില്ല. കൂടെയുള്ളവരൊക്കെ ഭക്ഷണം കഴിക്കാൻ പോയാലും ഞാൻ കഴിക്കില്ല. എൻ്റെ വീട്ടിൽ വന്ന് ഇവിടുന്ന് കഴിച്ചിട്ട് പോകും, തിരിച്ച് വീട്ടിൽ വന്ന് കഴിക്കും. അങ്ങനെ എൻ്റെ ലൈഫ് മുഴുവൻ, ഈ അടുത്ത നാൾ വരെ ധ്യാനത്തിന് പോയിരുന്ന കാലഘട്ടങ്ങൾ മുഴുവൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ സെൻട്രൽ ചിലപ്പം രാത്രിയാകും. രാവിലെ പോയി കഴിഞ്ഞാൽ രാത്രി അവിടെ എത്താൻ. എൻ്റെ കയ്യിൽ വല്ല ഭക്ഷണം ഉണ്ടെങ്കിൽ കഴിക്കുകയല്ലാണ്ട് മേടിച്ച് ഒരിക്കലും ഭക്ഷണം കഴിക്കില്ല. വെള്ളം ഉണ്ടാവും. ഒരു പൈസ എനിക്ക് ഹോട്ടലിൽ ഞാൻ കളയല്ല. പൈസ മീതി വെച്ച് എൻ്റെ കുഞ്ഞുങ്ങൾ പഠനം വന്നവരാറായപ്പം ഇളയത്തങ്ങളുടെ മുഴുവൻ പഠനാനുഭവം വന്നപ്പോൾ ഒരാൾ SLC കഴിഞ്ഞ് 7 കൊല്ലം കഴിഞ്ഞ് ഞാൻ പിന്നെ പഠിക്കാൻ പോയത്. മറ്റൊരാൾ 3 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് പഠിക്കാൻ പോയത്. എല്ലാവരും ഞാൻ പറഞ്ഞു വിട്ടതാണ്, കർത്താവ് അനുവദിച്ച് പറയാൻ. അങ്ങനെ ഏറ്റവും ഇളയ പുള്ളി അവൻ നേരിട്ട് പോയി. അവനെ അപ്പം പറഞ്ഞു, അവനെ നമുക്ക് എങ്ങനെയും പഠിപ്പിക്കും, ഞാൻ മ്യൂസിക് പഠിപ്പിക്കും, ഭയങ്കര പാട്ടുകാരനാണ്. അങ്ങനെ അവൻ ഡയറക്റ്റ് SLC കഴിഞ്ഞ കൊല്ലം തന്നെ അവനെ GLB അക്കാഡമി ഓഫ് മ്യൂസിക് ഫൈൻ ആർട്സ് തൃപ്പൂണിത്തുറ
അവിടെ വലിയ പാട്ട് പഠിക്കാനായിട്ട് അവൻ പോയി ചേർന്നു. 3 പേരും ഒരുപോലെയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ വ്യക്തമായിട്ട് സ്പീഡിൽ പറയുക, ഏറ്റവും ഇളയ അനുജനാണ് ആദ്യമായിട്ട് ജോലി കിട്ടിയത്. 10ാമത്തെ, ഞങ്ങൾ 10 മക്കളാണ്. 10ാമത്തെ അനുജനാണ് ആദ്യം ജോലി കിട്ടുന്നത്. അതിൻ്റെ പിറ്റേ കൊല്ലം SLC 3 കൊല്ലം കഴിഞ്ഞ് പോയാൽ പഠിച്ച് ബാങ്ക് ഇൻ്റർവ്യൂ ഒക്കെ കർത്താവ് ഇവിടെ നടത്തി തരും. എല്ലാം ചോദിച്ചാലും കർത്താവ് ഒരു ഉത്തരം തരും. ഇൻ്റർവ്യൂ ഇങ്ങനെ ഇന്ന ചോദ്യം ചോദിക്കും, നീ ഇന്ന ഉത്തരം പറഞ്ഞാലേ റെഡിയാ. അന്നേരം ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരുമ്പോൾ തന്നെ പറഞ്ഞു, റിട്ടേൺ ടെസ്റ്റ് എഴുതി പാസ്സായി. അങ്ങനെ ഇൻ്റർവ്യൂ കഴിഞ്ഞു, ജോലിയും കിട്ടി. അതിൻ്റെ ഏറ്റവും SLC കഴിഞ്ഞ് 7ാം കൊല്ലം പഠിക്കാൻ പോയ പുള്ളി കൃത്യം അമേരിക്കയിൽ ചെന്നിറങ്ങി. ഞാൻ അവനോട് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, നീ എന്നെ ഇത്രയും കഴിഞ്ഞിട്ട് നീ എന്നെ പഠിപ്പിക്കും? ഞാൻ പറഞ്ഞു, നീ എനിക്കൊരു A ക്ലാസ് ജോലി കിട്ടുന്ന അന്ന് പറഞ്ഞ് നിന്നെ പഠിപ്പിക്കും. അവൻ അമേരിക്കയിൽ പോയി ഇറങ്ങി. അവനവിടെ ഒരു കമ്പനിയിൽ ജോലിക്ക് കയറി. ഇന്നും അവൻ ആ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. ഇന്നും 76 വയസ്സ് 75 വയസ്സായി. അമേരിക്കയിൽ അങ്ങനെ എത്ര വേണം ജോലി ചെയ്യാം. അപ്പോൾ അവൻ പറഞ്ഞത് ഇങ്ങനെയാണ്, പിറ്റേ കൊല്ലം ആ കമ്പനിയിലെ 2000 സ്റ്റാഫുള്ള കമ്പനിയിലെ ഏറ്റവും മിടുക്കൻ സ്റ്റാഫ് ഒന്ന് അവനും ഒന്ന് വേറൊരു പെണ്ണുമാണ്. 10 കൊല്ലം സർവീസുള്ള പെങ്കച്ചും ഇവനുമായുള്ള ഏറ്റവും ബെസ്റ്റ് സ്റ്റാഫായിട്ട് ഇന്നും അവൻ അവിടെ ആ കമ്പനി തന്നെ ജോലി ചെയ്യുന്നുണ്ട്. സാമാന്യം നല്ല ജോലിയാണ് കിട്ടിയത്, നല്ല സൗകര്യങ്ങളായിട്ട്. ദൈവം എന്നെ അവിടെ പോയി കാണാനൊക്കെ എന്നെ അനുവദിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത് ഒറ്റ കാര്യമാണ്, വിട്ടുകൊടുക്കുമ്പോൾ കർത്താവ് ഇടപെടുമെന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട. ഈശോയിൽ നിന്ന് വിളിക്കാണ്ട് ഒരു കാര്യവുമില്ല. മാതാവിൻ്റെ മധ്യസ്ഥം ചോദിക്കാണ്ട് ഒരു കാര്യവുമില്ല. എത്ര കൊന്ത ചൊല്ലുമെന്ന് ഞാൻ പറയുകയില്ല, അത്രയും കൊന്ത ചൊല്ലും. കരുണയുടെ പ്രാർത്ഥന, തിരുഹൃദയ കൊന്ത, വാചന, ബൈബിള് 1 മണിക്കൂറോളം ഏകദേശം എല്ലാ ദിവസവും ബൈബിൾ വായിക്കും. ഒരു ദിവസവും അതിനൊന്നും മുടക്കില്ല. കർത്താവിന് വിട്ടുകൊടുക്കുക, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കും കർത്താവിന്. നമുക്ക് കർത്താവിൻ്റെ ഗർസമേനി പ്രാർത്ഥനയെക്കുറിച്ച് മനോഹരമായിട്ട് വചനം പറയുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 22ാം അധ്യായത്തിൽ 42ാമത്തെ വചനമാണ്. എങ്ങനെയാണ്? കർത്താവ് പറഞ്ഞു, പിതാവേ, വരാൻ പോകുന്ന ഗർസമേനി പ്രാർത്ഥന ആരംഭിച്ചപ്പോൾ കർത്താവ് നോക്കുമ്പോൾ കാണുന്ന ഒരു കാര്യമാണ്, താൻ സഹിക്കേണ്ടി വരുന്ന പീഡാസഹനങ്ങളെക്കുറിച്ച് ചിന്തിച്ചു പോയിട്ട് കർത്താവിൻ്റെ ബോധ്യങ്ങളിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ പീഡനം വരാൻ പോവുക. ഇത് മുഴുവൻ മുൻകൂട്ടി കണ്ടുകൊണ്ട് കർത്താവ് രക്തം ഇറക്കുക. അന്നേരം ഈശോ ഒരു കാര്യം പറയുന്നുണ്ട്, പിതാവേ, നിവൃത്തിയുണ്ടെങ്കിൽ ഇതൊന്ന് മാറ്റിത്തരണം. ഉടനെ ഈശോ പറഞ്ഞു, എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന്. സമർപ്പണത്തിൻ്റെ അനുഭവം പറയുക, പിതാവിൻ്റെ ഇഷ്ടം നിറവേറട്ടെ, എൻ്റെ ഇഷ്ടം വേണ്ട. ഈശോയ്ക്ക് പോലും ഉൾക്കൊള്ളാൻ പറ്റിയില്ല. പക്ഷെ പിതാവിൻ്റെ ഇഷ്ടത്തിന് സമർപ്പിക്കുന്ന പുത്രൻ. ഒരു വാക്കോടെ പറഞ്ഞിട്ട് ഞാൻ സമർപ്പണത്തിൻ്റെ വിഷയം നിർത്തുക. ഒറ്റ പോയിൻ്റോടെ ഉള്ളൂ. എങ്ങനെയാ? വ്യക്തമായിട്ട് പഴയ നിയമത്തിൽ യൂരിത്തിൻ്റെ ഒരു അനുഭവമുണ്ട്. ആ പെങ്കൊച്ച് അവരെ ഇസ്രായേലിനെ മുഴുവൻ നശിപ്പിക്കാനായിട്ട് ഹോളഫണ്ടാണ്ട് പട്ടാളം പോലുകൊണ്ട് ക്യാമ്പ് ചെയ്തിരിക്കുക. ഭയങ്കരമായിട്ട് ആഴി പോലെ മിലിറ്ററിയാണ്. ഒരു കൂസലും ഇല്ലാണ്ട് ഈ പെങ്കൊച്ച് പറഞ്ഞു, കർത്താവ് അനുവദിക്കും എന്നെ, ഞാൻ പോയി കാണാം അവരെ. എന്നാ ചെയ്യുന്നതെന്നൊന്നും പറഞ്ഞു കൊടുത്തില്ല ആരോടും. അവൾ പോവുക, ഇറങ്ങി ചെല്ലുക, സുന്ദരിയായിട്ട് ഇറങ്ങി ചെന്നു. അവൻ്റെ തലയും കൊണ്ടാണ് 4ാം ദിവസം തിരിച്ചു വന്നത്. അത്ര ഞാൻ പറയുന്നുള്ളൂ. വായിച്ചു നോക്കിയാൽ അറിയാം യൂരിത്തിൻ്റെ പുസ്തകം. മനോഹരമായിട്ടുള്ളൊരു പെങ്കൊച്ചിൻ്റെ ധൈര്യം. അതുപോലെ എസ്തേറിൻ്റെ അതുപോലെ തന്നെയാണ്. പഴയ നിയമത്തിൽ 2-3 കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാൻ കർത്താവ് അനുഭവിച്ച് പാപം ചെയ്യുന്ന പ്രശ്നമില്ലെന്ന് പറഞ്ഞ എസ്തേർ. എന്ത് വന്നാലും പാപം ചെയ്തിട്ട് എനിക്കൊന്നും വേണ്ട, എനിക്കൊരു പൊസിഷനും വേണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വ്യക്തമായിട്ട് നമുക്ക് മറ്റൊന്നറിയാം, പാപം ചെയ്യാൻ പ്രേരിപ്പിച്ച ആ പെങ്കൊച്ചിൻ്റെ വലിയ നിയമസ്ഥന്മാർ, അവർ 2 പേരും ഇവിടെ കൊല്ലാനായിട്ട് വിധിച്ചതാണ്. എറിഞ്ഞ് കൊല്ലാൻ കൊണ്ടുപോവുക. അപ്പോഴാണ് സാമൂഹ്യ കയറി വന്നിട്ട്, നീതിപൂർവ്വം ജീവിക്കുന്നൊരു പെങ്കൊച്ചിനെ നിങ്ങൾ കാര്യം മനസ്സിലാക്കാണ്ട് ശിക്ഷിക്കുന്നു എന്ന് ചോദിച്ച് ചലഞ്ച് ചെയ്ത് തിരിച്ചു. കർത്താവ് പറഞ്ഞു, ഞാൻ മരിച്ചോട്ടെ എന്ന് പറഞ്ഞു. ഒരു കുഴപ്പമില്ല, ദൈവമഹത്വത്തിനായിട്ട് പാപം ചെയ്യുന്നതിന് നല്ലത് മരണം. അതിനല്ലേ മരിയവരേത്ത് പറഞ്ഞത്, പാവം ചെയ്തിട്ട് എനിക്ക് ജീവിക്കണ്ട, മരണം. ആ അമ്മയുടെ അത് ഇവൻ്റെ വിധി കഴിഞ്ഞ് 12 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അവൻ്റെ അമ്മയുടെ മുമ്പിൽ വാതിൽ മുട്ടി. ക്രിസ്മസ് നൈറ്റില്ല, വാതിൽ തുറന്നു കൊടുത്തു. നോക്കുമ്പോൾ ഇവനാ അലക്സാണ്ടറാ. എന്നാ ചെയ്തെന്ന് നമുക്കറിയാം. അലക്സാണ്ടറോട് എന്നാ ചെയ്തേ? കയറി വരാൻ പറഞ്ഞു. അവനെ മിടുക്കനാക്കി ഒരുക്കി ഏറ്റവും നല്ല ഡ്രസ്സ് ഇടിയിച്ച്, മരിച്ചുപോയ അപ്പൻ്റെ കോട്ട്, നല്ല പഴയ കോട്ട്, നല്ല 1.5 കോട്ടിരിപ്പുണ്ട്, അത് ഇടിയിച്ച് അവനെ കൊണ്ടുപോവുക. എങ്ങോട്ടാ അവനെ കൊണ്ടുപോയത്? നേരെ പള്ളിയിൽ കൊണ്ടുപോയി
അവനെ അന്ന് രാത്രി ക്രിസ്മസിൻ്റെ കുർബാന കാണിച്ച് ഉണ്ണീശോയെ സ്വീകരിച്ച് ഉണ്ണീശോയെ കണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് വരുന്ന ഒരമ്മ, മരിയവിരുത്തിയുടെ അമ്മ, മരിയവിരുത്തി ദൈവവിളിയായിട്ട് ദൈവവിളി വിശുദ്ധിയായിട്ട് പ്രഖ്യാപിച്ചപ്പോൾ ആ പെങ്കൊച്ചിൻ്റെ അമ്മയാണ് വിളിച്ചു നിർത്തിയത് മാർപ്പാപ്പ. എന്തൊരു അനുഗ്രഹമാണ്! സമർപ്പണത്തിൻ്റെ മധുരം, ക്ഷമിക്കുന്ന സ്നേഹം, ഒത്തിരി കാര്യങ്ങളുടെ ഇവിടെ കിടപ്പ്. സമർപ്പണമെന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കല. ഞാൻ വ്യക്തമായിട്ട് പറയാം, എൻ്റെ ജീവിതത്തിൽ എനിക്ക് 4 കുഞ്ഞുങ്ങളാണ്. 4 കുഞ്ഞുങ്ങളുണ്ടായപ്പോൾ ഒരു കുഞ്ഞിന് വേണ്ടി 2 പെണ്ണും 2 ആൺപിള്ളേരുമാണ്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു പൈസ ഞാൻ മാറ്റിവെച്ചില്ല. മുഴുവൻ ഇളയത്തുങ്ങളുടെ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് മുഴുവൻ വീട്ടിൽ നിന്നുകൊണ്ട് എല്ലാ കാര്യം ചെയ്തു. അവരെല്ലാം ഓരോ ഗവൺമെൻറ് സർവീസിൽ കയറി പിറ്റേ ആഴ്ച വീട്ടിൽ നിന്ന് ഇറങ്ങിയാൻ പോന്നു. ഞാൻ സ്വന്തം ഒരു കുടിൽ കെട്ടി മാറി, ചെറിയ വീട് വെച്ച് 4 കൊല്ലം കഴിഞ്ഞപ്പോൾ കർത്താവ് എനിക്ക് വെച്ച് വീട് വെച്ച് തന്നു. ഇടയ്ക്ക് പല കാര്യങ്ങൾ ഒന്നും ഞാൻ പറയുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഞാൻ ഓർപ്പിക്കുക, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കണം. ഇതാണ് നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. യഥാർത്ഥമായ ആരാധന എന്ന് പറയുന്നത് കുർബാനയുടെ പോയി പ്രാർത്ഥിച്ച് കുത്തിയിരിക്കുന്നത് മാത്രമല്ല. തീർച്ചയായിട്ടും ഏറ്റവും നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കണം. ഇതാണ് നിങ്ങളുടെ ആരാധന. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. ലോകത്തിന് പല താല്പര്യങ്ങളുണ്ട്. ഫോണൊക്കെ മാറ്റിവെക്കണം. അത്യാവശ്യം ഫോൺ തമ്മിലാണ് തന്നിരിക്കുന്നത്, നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. നാളെ ഈസ്റ്റർ അല്ലേ? ഈസ്റ്റർ തലേന്നാണിത്. ഈ ലോകത്തിൻ്റെ മൂലിക്കിരിക്കുന്ന മക്കളെല്ലാം എന്നെ വിളിച്ചു, എവിടെ ഇരിക്കുന്ന മക്കളും വിളിച്ചു കൊണ്ട് ഒരു സെക്കൻഡ് കൊണ്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയ ഫോണ്. എന്ത് അനുഗ്രഹമാണ്! പക്ഷെ അത് മിസ്യൂസ് ചെയ്താലോ? അതിനകത്തില്ലാത്ത വേഷം കെട്ടുകളൊന്നുമില്ല. അങ്ങനെ നടത്തുന്നവരുണ്ട്. അതാ, ഈ ലോകത്തിന് അനുരൂപരാകരുത്. മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ, അപ്പോൾ നല്ലതും പരിപൂർണവും വിശുദ്ധവുമായതെന്ന് വിവേചിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കും. അത് പരിശുദ്ധാത്മ തരുന്ന വിവേചനത്തിന് വരം, ഒരു സംശയം വേണ്ട. പരിശുദ്ധാത്മ തരുന്ന കൃപയാണിത്, വിവേചിക്കാനുള്ള കൃപ. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമുക്കൊരു കാര്യം തീരുമാനമെടുക്കാം. ദൈവം നിനക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും എനിക്ക് വേണ്ട. ദൈവം തരുന്നത് മാത്രം എനിക്ക് മതി. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തിലേക്ക് ഞാനിനി ഇല്ല. അതേ കർത്താവേ, എൻ്റെ ഫോണും എൻ്റെ പ്രവൃത്തിയും എൻ്റെ ഇടപെടലും എൻ്റെ സംസാരവും, ഞാനൊരു വാക്ക് പറയുന്നത് കൊണ്ട് മറ്റൊരാൾക്ക് വിഷമം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ഞാനില്ല. ആ ഒരു ടോക്കിന് ഞാനില്ല, ആ ഡയലോഗിന് ഞാനില്ല. ഉറപ്പുള്ള തീരുമാനമെടുക്കണം. അപ്പോൾ കർത്താവിൻ്റെ കൃപ നമ്മുടെ മേൽ ചൊരിയും. ഞാൻ ഓർക്കുക, 70-78 വയസ്സൊക്കെ കഴിഞ്ഞു. അധികം സമയങ്ങളൊന്നും ഇല്ലെന്ന് എനിക്കറിയാം. എന്നെക്കൊണ്ടുള്ള പണിയൊക്കെ തീർന്നു. ഒന്നും എന്നെക്കൊണ്ട് പറ്റിയില്ല. മക്കളെ അവിടെയൊക്കെ പറഞ്ഞിരിക്കുക ഏതാണ്ട് തീരുമാനമൊക്കെ. അതിനിടയ്ക്ക് ഈ ഒരു ടോക്ക് 2-3 ടോക്ക് പറയണമെന്ന് ആഗ്രഹിച്ചു. അത് പറയാനായിട്ട് നിന്നതാ. അതുകൊണ്ട് തമ്പുരാൻ്റെ കൃപ കൊണ്ട് നിറയാൻ ആത്മാവിൽ പൂരിതരായിക്കൊണ്ട് പ്രാർത്ഥനാ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് തരുന്ന പ്രേരണയിൽ നിറഞ്ഞു വ്യാപരിപ്പാൻ, ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് മാത്രം ചെയ്യാൻ, എൻ്റെ ഈശോയെ എന്ന് വിളിച്ചിട്ട് ഓരോ കാര്യം പ്രവർത്തിക്കാൻ, ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് വ്യാപരിക്കുന്നവരായിരിക്കാൻ കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ, മാതാവേ, ഈ അനുഗ്രഹങ്ങളെല്ലാം ഞങ്ങൾക്ക് ലഭിക്കാൻ നീ ഞങ്ങൾക്ക് വേണ്ടി നിൻ്റെ പുത്രൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.